നമസ്കാരം. വാക്ക് ദ ടോക്ക് ആലപ്പുഴയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള സംസാരമായിരുന്നു കണ്ടത്. അതിൻ്റെ കുറച്ചുകൂടി ഭാഗങ്ങളുണ്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട്. അതാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതെല്ലാം വളരെ രസകരമായിട്ടുള്ള സംസാരം തന്നെയായിരുന്നു എന്തായാലും ഉണ്ടായത്. അതിൻ്റെ ബാക്കി കൂടി ഇവിടെ കാണാം. സാധാരണ ഞങ്ങൾ ഈ ഇൻ്റർവ്യൂ ഗസ്റ്റ് കൂടെ നടന്നാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. പക്ഷേ വളരെ മുതിർന്ന നേതാവാണ്, ഒരുപാട് നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഇരുന്നു കൊണ്ട് ബാക്കി സംസാരം കൂടെ പൂർത്തിയാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഹിന്ദു സമുദായ സംഘടനകൾ തമ്മിലുള്ള ഒരു ഐക്യം, അത് ഞാൻ 30 കൊല്ലമായിട്ട് ഞാനിടത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിൻ്റെ ആരുടെ ഒരു സഹയാത്രികനല്ല. ഞാൻ ഈ രംഗത്ത് 30 കൊല്ലത്തിന് മുമ്പ് വന്നപ്പോൾ ഞാൻ മനസ്സിലായി എൻ്റെ സമുദായം സാമ്പത്തികമായി വളരെ പിന്നോക്കത്തിലാണ്. അതിനാണ് ഞാൻ കണ്ടുപിടിച്ച് അവരെ സാമ്പത്തികമായി ഉയർത്താൻ മൈക്രോ ഫൈനാൻസ് തുടങ്ങി. എത്രയോ കോടി രൂപ കൊടുത്ത് ഞാൻ. പക്ഷെ അതിപ്പോൾ കേസായില്ലേ? അതെ, അത് ചെറിയൊരു ഭാഗങ്ങൾ. അത് ഈ പത്രത്തിൽ കാണുന്ന പോലെ ഒന്നും കഥയില്ല. 123 കേസുകൾ സംസ്ഥാനത്താകെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ കേസെല്ലാം ഇപ്പോൾ ചാർജ് വരുമ്പോൾ അതൊന്നും കാണത്തില്ല. ഒരു കുറ്റപത്രം ഇതുവരെ വിജിലൻസ് ഡയറക്ടർ അംഗീകരിച്ചിട്ടുള്ളൂ. അത് വയനാട്ടിലെ. അതെ, ആ കുറ്റപത്രത്തിൽ എന്താ കുറ്റപത്രം? ഞാൻ കാശടിച്ചെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല. പിന്നെ കോർപ്പറേഷൻ കിട്ടാനുള്ള മുഴുവൻ പൈസ കൊണ്ട് അടച്ചില്ലേ? പിന്നെ എന്താണ് എവിടെ അപഹരണം? കാരണം ഈ കൊടുത്ത പണം കിട്ടേണ്ട കൈ കൊടുക്കാതെ അവർ സ്വന്തമായി ഉപയോഗിച്ചു. ആര്? യൂണിയൻകാർ. ആ, SNDP യൂണിയൻകാർ. SNDP യൂണിയൻകാർ പണം മിസ്യൂസ് ചെയ്തെങ്കിൽ അത് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അങ്ങേക്ക് ഉത്തരവാദിത്തമില്ലേ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് എങ്ങനെ അറിയാനൊക്കെ മിസ്യൂസ് ചെയ്തായില്ല. കാരണം കൊടുത്ത പൈസ കൃത്യമായിട്ടും ഇൻസ്റ്റാൾമെൻറ്റ് അടയുന്നുണ്ട്. ഒരു മിസ്യൂസ് ചെയ്തു എന്ന് അറിയുമ്പോഴല്ലേ നമുക്ക് നടപടി എടുക്കാൻ. അറിഞ്ഞപ്പോൾ ഞാൻ നടപടിയെടുത്ത് അവനെ പിരിച്ചു വിട്ട് അവൻ്റെ പേര് കേസും കൊടുത്തു. പക്ഷേ ഞാൻ കട്ടെന്ന് പറയാനൊക്കെ എൻ്റെ കയ്യിൽ 5 പൈസ വരുന്നുണ്ടോ? പക്ഷെ അത് വലിയൊരു ആരോപണമാണ്, ഈ യോഗത്തിനെതിരെയുള്ള വലിയൊരു ആരോപണം മൈക്രോ ഫിനാൻസ്. എന്നെ പറ്റി അതല്ലേ പറയാനൊക്കെ. എന്നിട്ട് ഇഷ്ടംപോലെ ഞാൻ കൊടുത്തോണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും. ബാങ്ക്, IOB ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇതൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ പണം തന്നിരിക്കുകയല്ലേ. പക്ഷേ ഈ കോർപ്പറേഷൻ വാങ്ങിച്ച അത് ചെറിയ എമൗണ്ടല്ലേ ഉള്ളൂ. ആ കോർപ്പറേഷൻ കൊടുത്ത മുഴുവൻ പണവും തിരിച്ചടച്ചില്ലേ കുഞ്ഞേ? മുഴുവൻ പണവും തിരിച്ചടച്ചു. പിന്നെ 15 കോടിയുടെ തട്ടിപ്പെന്ന് പറയുന്നത് അത് ചുമ്മാ നിങ്ങൾ വാർത്തയല്ലേ കേൾക്കണത്. 5 പൈസ കൊടുക്കാണ്ടെന്നൊരു പറയട്ടെ. 5 പൈസ കിട്ടണം. പിന്നെ അവർക്ക് സൂപ്പർവൈസറി ലാപ്സ്. അല്ല, ഇപ്പം ഈ കുറ്റപത്രം വിജിലൻസ് ഡയറക്ടർ അംഗീകരിച്ചത് എന്തിനാ? ഇപ്പം ഈ വയനാട്ടിൽ അവർ കുറ്റം ചെയ്തിട്ടുണ്ടല്ലോ യൂണിയൻകാർ. അവർ പ്രതിയാക്കല്ല. അപ്പോൾ എന്നെപ്പറ്റി അങ്ങേറ്റം പറഞ്ഞാൽ ഇവർക്കൊരു സൂപ്പർവൈസറി ലാപ്സ് ഉണ്ടെന്ന് പറയാം. അപ്പോഴും കോർപ്പറേഷൻ നഷ്ടം വന്നിട്ടില്ല, മുഴുവൻ രൂപയും കൊടുത്തിട്ടുണ്ട്. പിന്നെ വാർത്തകൾ ഉണ്ടാക്കണ്ടേ ഇവിടെ? എന്നെ തേജോവധം ചെയ്യാൻ ഞാൻ അടിച്ചെല്ലാം പ്രചരിപ്പിക്കുന്നു. ഞങ്ങളുടെ സംഘടനയിലുള്ള പെണ്ണുങ്ങൾക്ക്, സംഘടനാ പ്രവർത്തകർക്ക് എല്ലാം അറിയാം 5 പൈസ ഞാൻ എൻ്റെ കൈ വരുന്നില്ല. ഇതെല്ലാം ഒരു NOC മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് അവർക്കെല്ലാം ഇവരെത്ര പ്രചരിപ്പിച്ചാലും ഞങ്ങളുടെ സംഘടനകത്ത് ഇതൊന്നും നിങ്ങളൊന്നും ഞാൻ വെല്ലുവിളിക്കല്ല. ഒരു തെരഞ്ഞെടുപ്പ് ഈ പത്രത്തിലല്ലേ നിങ്ങൾ ഞങ്ങളെപ്പറ്റി മോശം കേൾക്കുന്നത്. അപ്പോൾ കാണാൻ ആയിരിക്കും. ഞാനൊരു NOC മാത്രമേ കൊടുക്കുള്ളൂ. അതായത് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ഞങ്ങൾ ധനലക്ഷ്മി ബാങ്ക് കരയിൽ ചെയ്താൽ ഇത്ര യൂണിറ്റുകൾക്ക് ഞങ്ങൾ 2.5 കോടി രൂപ കൊടുക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് ബാങ്ക് എനിക്ക് കത്തരുമ്പോൾ ഞാനങ്ങോട്ട് ബാങ്കിൻ്റെ ഉത്തരവാദിത്തത്തിൽ യൂണിയൻ്റെ ഉത്തരവാദിത്തത്തിൽ ഇത് കൊടുക്കുന്നതിന് എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞ് ഒരു NOC ഞാൻ കൊടുക്കുന്നുള്ളൂ. ബാങ്ക് നേരിട്ട് പെണ്ണുങ്ങൾക്ക് കൊടുക്കുകയാണ്. പെണ്ണുങ്ങൾ നേരിട്ട് ഇപ്പോൾ ബാങ്കിൽ അടയ്ക്കുകയാണ്. പിന്നെ ഇത് കഥ അറിയാതെ ഒരുപാട് ന്യൂസുകൾ ഞങ്ങൾക്ക് അനുകൂലമായി ആരാ പറയാനിരിക്കണം? ആരെങ്കിലും പറയാനുണ്ടോ? ഒരു ചാനലുണ്ടോ? ലോക കള്ളന്മാരാണ് ഇന്നൊരു ചാനലിൽ പലരും ഇരിക്കുന്നത്. കള്ളന്മാരായി നയിക്കപ്പെടുന്നവരും കൊള്ളക്കാരായി നയിക്കപ്പെടുന്ന ചാനലാണ് പലതും. അവർ പിന്നെ എന്താ പറയേണ്ടത്?
എൻ്റെ നന്മയെപ്പറ്റി ആരെങ്കിലും പറയണ്ട. അതൊക്കെ ദൈവം കാണുന്നുണ്ട്, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാമല്ല. ഒന്നുമില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. 30 കൊല്ലം ഈ ഇല്ലാത്ത സമുദായത്തിന്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിന് എനിക്ക് കൊണ്ടുനടക്കാൻ സാധിച്ചു. ഈ കേരളത്തിലുള്ള എത്രയോ യൂണിയൻ, 100-180 യൂണിയനുണ്ട്. ഒരു യൂണിയൻ പോലും എനിക്കെതിരായ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. 7000 ശാഖകളുണ്ട്. 10 ശാഖകൾ എനിക്കെതിരായിട്ട് ഒന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പിന്നെ അധികാരമില്ലാതെ ചവിറ്റുകൊട്ട കിടക്കുന്ന ചില അധമ ജീവികൾ മാറിയിരുന്നുകൊണ്ട് ഇതുപോലെ ജൽപ്പനങ്ങൾ നടത്തിയാൽ എന്താ അർത്ഥം? അത് നിങ്ങൾക്ക് എപ്പോഴും ന്യൂസ് വാലിക്ക് നെഗറ്റീവ് ന്യൂസിനാണല്ലോ ആളുകൾക്ക് ഇഷ്ടം. മീഡിയ ആർക്കുമുണ്ട്, അതോട്ടെ. അപ്പോൾ ഈ BDJs തുടങ്ങിയത് ഒരു സമുദായ സംഘടനയുടെ ഒരു രാഷ്ട്രീയ പ്രവേശനം കൂടിയായിരുന്നു. അത് ഒരു ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ലേ? വേണ്ടത്ര ഫലം കിട്ടുമെന്നുണ്ടെങ്കിൽ ആരാ ചെയ്യേണ്ടത്? അതിനെ പ്രോത്സാഹിപ്പിച്ച ആരാണ്? BJP അല്ലേ. അവരതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട സഹായം ചെയ്ത് കൊടുക്കണ്ടേ? അവർ കൊടുത്തോ? കൊടുത്തില്ലേ? ഇല്ല. BDJs നിന്ന് ഒരു 10 കൊല്ലമായി ഈ BDJs വന്നു. അവരിൽ നിന്ന് ഒരു MLA MP കൊടുത്തോ? ഒരു മന്ത്രിയെ കൊടുത്തോ? അല്ല, അതിനെ ഒരു ജയിപ്പിക്കാൻ BDJsന്റെ സ്ഥാനാർത്ഥികൾ എത്രയോ മണ്ഡലങ്ങളിൽ നിർത്തുന്നു. അവിടെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു പരിശ്രമം ഉണ്ടാവാത്തതുകൊണ്ടാണ് BJPക്കാർ പരിശ്രമിക്കുന്നില്ലേ? അല്ല, ഞാനിവിടെ 10 ആളുള്ള വരികയാണെങ്കിൽ ഉടനെ BJPക്കാർ ആ സീറ്റ് എടുത്ത് കളയും. ഇപ്പോൾ കൊടുങ്ങല്ലൂർ തന്നെ ഇത് 10 സീറ്റുണ്ടായിരുന്നു, അത് BJPക്കാർ ഉടനെ എടുത്തു. ഈ എന്തെങ്കിലും സപ്പോർട്ടുമല്ലേ? സപ്പോർട്ടില്ലാത്തത് കൊണ്ടാണ് ജയിക്കാൻ പറ്റാതെ. കോർപ്പറേഷൻ വരുന്നുണ്ട്, ആർക്കും വേണ്ടാത്ത കോർപ്പറേഷൻ കൊടുക്കും, നല്ലതൊക്കെ എടുക്കും. എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു, ഒരു ഇത്രയും നാളായി നടക്കുന്ന ഒരു MP സ്ഥാനം എന്താ കൊടുക്കാതെ? നിർത്തി ജയിപ്പിച്ചെടുക്കണ്ടേ? ജയിക്കണ്ടല്ലേ? നോമിനേറ്റ് ചെയ്ത് എത്ര പേർ കൊടുത്തു? ഇവർക്കെല്ലാം കൊടുത്ത് നോമിനേറ്റ് ചെയ്യണ്ടല്ലേ? എന്തുകൊണ്ട് നോമിനേറ്റ് കൊടുക്കല്ല? നിങ്ങൾ ആവശ്യപ്പെടുന്നില്ലേ? BJP ആവശ്യപ്പെട്ട് എത്രയോ പ്രാവശ്യം തരുന്നില്ല. പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ട് നിന്നില്ല. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും എന്ന് പറഞ്ഞാൽ അവർ പോകുന്നില്ല. അവർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അധികാരം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും. അങ്ങനെ അധികാരത്തിന് വേണ്ടിയിട്ടും ആത്മഹത്യ ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഒരു പരിഗണനയും പരിരക്ഷ ഇതുവരെ കൊടുത്തില്ല എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ വിഷമങ്ങളെല്ലാം ഇതിൻ്റെ പ്രവർത്തകരിലുണ്ട്. താനും ഈ ഒരു സവർണ ആധിപത്യം ഈ BJPയിലൂടെ ഉണ്ട്. അവർണരെ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നില്ല. പിന്നെ ഇവരും കയറിയിട്ട് ആദ്യം കയറി എന്താണ്, ക്രിസ്ത്യാനിയെ കയ്യിലെടുക്കാനാണ് 3 ക്രിസ്ത്യാനികളെ MP ആക്കി, മന്ത്രിയാക്കി. രണ്ടായിട്ട് വന്ന വഴി അവർ പോയി. കണ്ണന്താനം വന്ന പള്ളിക്ക് കുറേ പ്രയോജനം ചെയ്ത് കൊടുത്തു. PC തോമസ് വന്ന് അവരും പള്ളിക്ക് കൊടുത്തു. അവരെല്ലാം പള്ളി ആരാധിച്ച് കുറേ കൊടുത്തെങ്കിലും ഞങ്ങളുടെയൊക്കെ പള്ളിയാണ്, കുരിശില്ലാത്ത വെള്ളാപ്പള്ളിയാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്ത് തന്നോറാ? ടൂറിസത്തിന് എത്ര മന്ത്രിയായിരുന്നു അങ്ങനെ? എല്ലാം വന്ന കയറിയൊന്നും ശരിയായില്ല. ഇവരൊക്കെ കയറിയിട്ട് എന്ത് ചെയ്തു കുഞ്ഞെ പറ. ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ പിണറായി വിജയൻ അങ്ങേയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ഈ വലിയ ഒരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് പാർട്ടി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അങ്ങയുടെ പ്രസ്താവനകളെ പാർട്ടി തള്ളിപ്പറഞ്ഞില്ല, വേണ്ട രീതിയിൽ അതിനെ എതിർത്തില്ല, ഇതുകൊണ്ടൊക്കെ ന്യൂനപക്ഷങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നുപോയി. അതുകൊണ്ടാണ് വലിയ പരാതി. എൻ്റെ പ്രസ്താവന ഏതാണ്? അങ്ങ് ലീഗിനെതിരെ നടത്തിയ പ്രസ്താവന, അങ്ങ് ലീഗിനെതിരെ നടത്തിയ പ്രസ്താവന അത് മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള പ്രസ്താവന എന്ന് പറഞ്ഞു വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. മുസ്ലിം ലീഗിനെതിരെ ഞാൻ പറഞ്ഞുവെങ്കിൽ അത് എന്താണ് തെറ്റ് ഏത് ഭാഗത്ത് പറഞ്ഞു എന്ന് ഇവർക്ക് തിരുത്താൻ സാധിക്കില്ല ഇടതുപക്ഷത്തിന്. പിന്നെ വള്ളം മുങ്ങാൻ നേരത്ത് കിളവിയെ പിടിച്ചില്ലേ വെള്ളത്തിടാനൊക്കെ. ഇടതുപക്ഷത്തിന് തോൽവി വന്നപ്പോൾ ആരെങ്കിലും ഒരു പേര് പറയണ്ടേ? അതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞതല്ലാതെ. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, വടക്കാൻ മലബാർ ഭാഗത്ത് തോറ്റത് എങ്ങനെയാണ്? ഇവിടെ മുസ്ലിം ഇല്ലാത്ത പാർട്ടി തോറ്റില്ല. ഇവർ വള്ളപ്പാടൊക്കെ തോറ്റില്ലേ? അപ്പോൾ അതൊന്നുമല്ല. അതിന് കാര്യത്തിന് വേണ്ടി ഒരു കാരണം കണ്ടുപിടിക്കലാണ്. പിന്നെ എന്തായിരിക്കും ഇടതുപക്ഷം ഇത്ര വലിയ തോൽവിക്ക് കാരണം? അവരുടെ സമീപനത്തിലുള്ളത്. കാരണം ഇപ്പോൾ യുവജന പ്രസ്ഥാനങ്ങൾ, യുവാക്കൾ ഇപ്പോൾ ഇതിലേക്ക് വരുന്നില്ലല്ലോ. ഇവരെല്ലാം കുറേ താഴെക്കടയിൽ എന്ത് പ്രവർത്തനമുണ്ട്? കാശുണ്ടാക്കണ പ്രവർത്തനം. എല്ലാവരും ആഷ്പൂഷ് അടിച്ച് മാരുതിയും കാറുമൊക്കെ വാങ്ങിച്ച് സുഖലോലുമായിട്ട് പോകുന്നു. കാലത്തൊട്ട് ഒരു പ്രവർത്തനം ചെയ്യുന്നില്ല. ഇത് ജനം ആഗ്രഹിക്കുന്നത് അതല്ല.
അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണ്ടേ? അത് എല്ലാവരും പലരും ഭൂമാഫിയകളായി മാറുന്നു. ഭൂമി മേടിക്കണമെങ്കിൽ അവരറിയാം, കൊടുക്കണമെങ്കിൽ അവരറിയാം. ഇതെല്ലാം ഈ രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ഒരുപാട് അതിക്രമങ്ങളുണ്ട് കാണിച്ച്. പിന്നെ ഈ പലരും തന്നെ ഈ ഇതിൻ്റെ മാഫിയകളായിട്ട് മാറിയിട്ടുണ്ട്. ചരസിൻ്റെയും ലഹരിയുടെ ഇങ്ങനെ വന്ന് പൈസ ഉണ്ടാക്കാനുള്ള വ്യഗ്രത. അപ്പോൾ അടുത്തിട്ടുള്ള പാവങ്ങളെ ഇവർ മറന്നുപോയി. അതുകൊണ്ടല്ല ഒരു മാറ്റിരിക്കട്ടെ എന്ന് വെച്ച് തിരിച്ചൊരു കുത്തുകുത്തിയതാണ്. ഇവിടെ വരെ ചെയ്തില്ലേ? ഇവിടെ ഒരു മാന്യത ഒരു കാരണവശാലും നോക്കുമെന്ന് വിചാരിച്ചിരുന്നല്ല. ചിത്രരഞ്ജൻ തൂണിലും തുരുമ്പിലും ഉണ്ട് പുള്ളി. അങ്ങനെ അത്ര അധികം ഈ ഏത് സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ നല്ല ഓടിയെത്തണതാണ്. വള്ളപ്പാൽ അങ്ങനെ തോറ്റുപോയില്ലേ? അപ്പോൾ ഒരു മാറ്റം ആഗ്രഹിച്ച ആളുകൾ. പിന്നെ ശശിയെക്കുറിച്ചുള്ള ആളുകളാണ് പേഴ്സണൽ സ്റ്റാഫ് ഇരിക്കുന്നത്. ശശിയെ നിങ്ങൾക്കറിയാമോ? ഇതൊക്കെ മുമ്പും ഞാനായിരിക്കുന്ന കാലത്തും വലിയ കുഴപ്പക്കാരനായിരുന്നു എല്ലാ വിഷയത്തിലും. അയാളെ തന്നെ രണ്ടാമത് ഇപ്പോൾ കൊണ്ടുവന്നിരുത്തി. ഒരാളിന് പോലും ഓഫീസിൽ കയറാനും പിണറായിയായിട്ട് സംസാരിക്കാനും പോലും അവസരം കൊടുക്കില്ല. പിണറായി ഒരു കിളിക്കുട്ടിയിട്ടുണ്ട്. ഇവരാണ് ഭരണം. കാണാനും സംസാരിക്കാൻ അവസരം കൊടുക്കണം. എനിക്ക് വ്യക്തിപരമായ പിണറായി ഇഷ്ടമാണ്. കാരണം അതൊക്കെ ഒരു പാവമാണ്. കയറി നമ്മൾ സംസാരിച്ചാൽ മനസ്സിലാകും പുള്ളിയുടെ ആ മഹത്വം മനസ്സിലാക്കാൻ. അവിടെ പിന്നെ കൊണ്ടണ്ടേ, ചെല്ലണ്ടേ? ഇവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയല്ലേ. ഈ ശശിയും കൂട്ടിയിട്ടാണ് ഭരണം. ഈ ഭരണത്തിന് വേണ്ട പാർട്ടിക്കാർക്ക് പോലും അതിനകത്ത് നിന്ന് സംസാരിക്കാനൊക്കെ വരുന്നു. ഒരു മന്ത്രിക്ക് പോലും ഇവരോട് സംസാരിക്കാനൊക്കെ വരുന്നു. അത്ര ഇവർ വലിയ ഏകാധിപതിയായിട്ടാണ് ആ ശശി സംസാരിച്ചത്. ഞാൻ സംസാരിച്ചത് എനിക്ക് നോട്ടീസ് അയച്ചത്. ഞാനും മറിച്ചിനോട് കൂടി കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ പൊതുജീവിതം സംശുദ്ധമല്ല, വളരെ മോശമാണ്. മണിച്ചനുമായിട്ടുള്ള ഇടപാടിൽ തന്നെ നിങ്ങൾക്കറിയാമല്ല, കേട്ടിട്ടുണ്ടോ? മണിച്ചന് എന്തെല്ലാം കുഴപ്പങ്ങൾ ചെയ്യുന്നുണ്ട്. അയാളെ തന്നെ രണ്ടാമത് കൊണ്ടുവന്ന് വെച്ചതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും പിണറായിയല്ലേ വെച്ചത്. അത് ഒരു പാർട്ടി ആരോപിച്ചാൽ അത് വലിയ അപകടമായിപ്പോയില്ലേ? അയാൾക്ക് എന്ത് ചെയ്യാനത്തും, അയാൾക്ക് ഒരു ചുക്കും ചെയ്യാനത്തില്ല. അയാൾ സ്വന്തം പ്രൗഢിക്ക് വേണ്ടി പ്രതാപം കാണിച്ചു എന്നുള്ളതാൽ സംഘടനയെയും പാർട്ടിയെയും നശിപ്പിച്ചു. ഞാൻ ആ നാട്ടിൽ ചെന്ന് മലപ്പുറത്ത് നിന്നാണ് പറഞ്ഞത്. ഞാൻ അനാവശ്യം പറഞ്ഞില്ലെന്ന്. ഞാൻ ജീവനാ ആ പാട്ടിൽ ആ ജില്ലയിൽ ഞങ്ങൾക്കൊരു കുട്ടിപ്പള്ളി കൂടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ എന്താ എന്നോടുത്ത പ്രശ്നം? പണ്ടുണ്ട് ആർച്ചങ്കറുണ്ടായിരുന്നു. ആർച്ചങ്കറുണ്ടായിരുന്നു. അദ്ദേഹം ധൈര്യമായി ചെയ്തുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും പിടിച്ചിരിക്കാനുള്ളത്. അധികാരത്തിൽ നിന്നപ്പോൾ അദ്ദേഹമല്ലേ കോളേജിൽ ഒപ്പിട്ടത്. അന്ന് ഒപ്പിട്ട കോളേജില്ലാതെ വേറെ ആരെന്ത് തന്നെ ഞങ്ങൾക്ക് 10-60 കൊല്ലമായില്ലേ. അതിനുശേഷം കോളേജുകളൊന്നും കിട്ടിയിട്ടില്ല. 3 കോളേജ് തന്നിട്ടുണ്ട്. ഷൊർണൂരും ചാത്തന്നൂരും ചെങ്ങന്നൂരും. ഇതൊരു കഷ്ടമാണ്. നിങ്ങൾ ഇങ്ങനൊരു ഗതികേട് വന്ന് സമുദായമുണ്ട്. മലപ്പുറത്ത്, വയനാട്, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ഒരൊറ്റ കോളേജില്ല. ഇത് ചോദിക്കുമ്പോൾ ജാതി പറഞ്ഞു എന്നാണ് പറഞ്ഞാൽ മതിയാ. ഞങ്ങൾ നീതി പറഞ്ഞു എന്നല്ല ചിന്തിക്കേണ്ടത്. ഞാനൊരു സാമൂഹ്യ സത്യമല്ലേ പറഞ്ഞത്. ആ സാമൂഹ്യ സത്യം പറയുമ്പോൾ ഞാൻ ജാതി പറഞ്ഞു, ലീഗ് മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കോലം കത്തിച്ചില്ലേ അവർ. അപ്പോൾ തിരിച്ച് പണക്കാട്ടിനെ കത്തിച്ച് ഞങ്ങൾ വേണ്ടേ? ഇതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലല്ലോ. കഴിയുന്നില്ല. തമ്മിലകന്നു പോയി അല്ലേ? ഞാൻ അവരുമായിട്ട് എങ്ങനെ അണ്ണൻ തമ്പിയായിട്ട് നടന്നല്ലേ? പിന്നോക്ക സമുദായം, സംവരണ സമുദായം എന്നൊക്കെ പറഞ്ഞ് പാലോളി കമ്മിറ്റിയൊക്കെ വെച്ച് അവർക്ക് ഈ പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിയപ്പോൾ ഞങ്ങളുടെ കുറവ് എന്താ പരിഹരിക്കാഞ്ഞത്? അവർ സ്വന്തം കാര്യം ചിന്താപാദം എന്ന നിലയിൽ പോയി. ഇപ്പം ഈ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലേ ഇപ്പം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് അതിന് ഏറ്റവും കൂടുതൽ അതിനെ ആക്രമിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. പക്ഷെ അങ്ങ് എടുത്തിരിക്കുന്നത് ഒരു വിഭിന്നമായിട്ടുള്ള നിലപാടാണ്. യോഗനാഥത്തിൽ ഒരു എഡിറ്റോറിയൽ അതിനെക്കുറിച്ച് എഴുതുകയുണ്ടായി. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റാൻഡ്? അതൊരു ബിസിനസ് ആയി കാണണമെന്നാണ് പറഞ്ഞത്. ഡിഫറൻസ് അല്ലേ? എന്നെക്കൊണ്ടുള്ളവരെ രാഷ്ട്രീയം എനിക്കില്ല. കാരണം വിഴിഞ്ഞം വോട്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നാണ്. അന്ന് ഇടതുപക്ഷത്തിൽ ഇരുന്നൊരു ചേർത്ത് അല്ലേ? നമ്മളിവിടുത്തെ ശൈലി എന്താണ്? നല്ലതിനെ അംഗീകരിക്കുകയല്ല. ആ ഇടതുപക്ഷം കൊണ്ടുവന്നെങ്കിൽ വലതുപക്ഷം ചേർക്കും, വലതുപക്ഷം കൊണ്ടുവന്നെങ്കിൽ ഇടതുപക്ഷം ചേർക്കും. ആ ഒരു ശൈലിയാണ് നമ്മുടെ ഈ ഇന്ത്യക്ക് വേണ്ട പരാജയം തന്നെ. അതാണ് വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ അതൊരു പൊന്മുട്ടയിടുന്ന താളാണ്. അത് നിങ്ങൾ നോക്കുക, അത്ഭുതകരമായി കണ്ണിൽ നിൽക്കുമ്പോൾ തന്നെ അത് വളർന്ന് പന്തലിച്ച് 1000 മറ്റേ ഷിപ്പ് 1000 ഷിപ്പ് വന്നു. ഈ 1000 ഷിപ്പ് വന്നെന്ന് പറയുമ്പോൾ ഇനി അത് എവിടെ എത്തും? കാരണം
ആ പോട്ട് വരുന്നതോടുകൂടി നിങ്ങൾ തിരുവനന്തപുരം ജില്ല മുഴുവൻ എവിടെ എത്തുമെന്നറിയാമോ? പോർട്ട് നഗരമായിട്ട് മാറും. ഇപ്പം തന്നെ വല്ല ഡെവലപ്മെൻ്റ് ആണ്. ഒരുപാട് പേര് ഡെവലപ്മെൻ്റ് ഉണ്ട്. ഞങ്ങൾക്കൊക്കെ ഇച്ചിരി സ്ഥലമുണ്ട്, അതൊക്കെ ഇച്ചിരി വല്ലതും കിട്ടും. അപ്പോൾ ആ തിരുവനന്തപുരം ആ പിന്നെ മാത്രമല്ല തിരുവനന്തപുരം ജില്ല മുഴുവൻ അതിഗംഭീരമായിട്ട് വരും. അതിനാരും തടസ്സം നിൽക്കരുത്. പക്ഷേ ആ ഓഹരി കൈമാറ്റം എന്നൊക്കെ ആ ഓഹരി കൈമാറ്റത്തെ സംബന്ധിച്ച് സംശയം ആളുകൾക്കുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കണം. ഈ അവർ ഓഹരി മാറ്റുമ്പോൾ അവർ പറയുന്നുണ്ട്, ആ ഓഹരി മാറ്റത്തിൽ കിട്ടുന്ന കോടിക്കണക്കിനുള്ള രൂപ ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്നറിയില്ല. പക്ഷേ സാങ്കേതികം പറഞ്ഞത് തകർക്കാതെ അതൊരു യോജിപ്പിൻ്റെ മേഖലയിൽ പോയി ഒരു സംശയം പരസ്പരം ഉണ്ടെങ്കിൽ അതൊക്കെ പരസ്പരം തീർക്കണം. അപ്പോൾ അങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ ഇപ്പം 89 വയസ്സായി അങ്ങ് തന്നെ പറഞ്ഞു. 89 വയസ്സ് തികയാൻ പോകുന്നു. 90ലേക്ക് കയറാൻ പോകുന്നു. അപ്പോൾ ആ സമയത്തും ഈ ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പം പല പല പരിപാടികളിലാണ്. ഈ പ്രായത്തിലും ആ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക ജീവിതം അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ആരോഗ്യ സംരക്ഷണത്തിൻ്റെയൊക്കെ ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കള്ളു കുടിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, മറ്റ് ദോഷമായിട്ട് ശരീരത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നവുമില്ല. സ്വകാര്യ ജീവിതം, ശുദ്ധ ജീവിതം. ഒരു ഭാര്യ, ഒരു പെണ്ണിനെ കണ്ടോളൂ ആ പെണ്ണിനെ കെട്ടി. പല പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നതാണ് നമ്മുടെ പഴയ നേതാക്കന്മാരുടെ സ്വഭാവം. ഞാൻ ഒരു പെണ്ണിൻ്റെ കണ്ടോളൂ, അത് വീട്ടുകാർ കണ്ടിട്ട് കെട്ടാൻ പറഞ്ഞ് കെട്ടി. വേറൊരു പെണ്ണിനെ കാണാൻ പോലും പോയിട്ടില്ല. അങ്ങനെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ വളരെ കർക്കശമായ ജീവിതചര്യ നടത്തിക്കൊണ്ടിരുന്നു. ഒരു സിനിമ കാണാൻ വിടാറില്ല. അതുകൊണ്ട് സിനിമയ്ക്ക് പോകില്ല, ക്ലബ്ബില്ല, നാടകമില്ല, സിനിമയില്ല, ഒരു ബന്ധവുമില്ല. സിനിമയൊക്കെ മനുഷ്യന് സാംസ്കാരികമായ ഉന്നതിയിലെത്താൻ ആൾക്കാർ ഒന്നും കണ്ടത്. ഇപ്പോൾ എന്ത് പ്രസൻറ്റേഷൻ എന്തുണ്ടായത് മുമ്പ്? ഇപ്പോൾ രാമായണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സത്യത്തിൻ്റെ ഒരു ധർമ്മം സ്ഥാപിക്കുകയും അധർമ്മം ഇല്ലാതാക്കുകയും ഒരു മെസ്സേജ് ഉണ്ട്. ഇപ്പോൾ അതെന്നാണ് കെട്ടിപ്പിടിക്കുക, ഒഴിക്കടിക്കുക. ഇപ്പോൾ പിള്ളേരുമായിട്ട് കാണാൻ പോലും കൊള്ളതിനകത്ത് വിധത്തിലുള്ള കാര്യങ്ങൾ. നല്ല സിനിമകൾ നമ്മളങ്ങനെ കാണാറില്ല. ഞാൻ സിനിമ കാണാത്തത് അങ്ങയുടെ ഒരു ആരോഗ്യ രഹസ്യമാണെന്നാണ്. അല്ല, എനിക്ക് ഞാൻ കാണും ന്യൂസ് കാണും. എൻ്റെ ആരോഗ്യ ദിവസം എൻ്റെ ദിനചര്യ. ഞാൻ പിന്നെ ആരോഗ്യത്തിന് ഹാനികരമായ യാതൊരു പ്രവൃത്തിയും ഞാൻ ചെയ്യുന്നില്ല. സിഗരറ്റ് വലിക്കല, അമിതമായ ഭക്ഷണം കഴിക്കത്തില്ല, അങ്ങനെ പിന്നെ സിഗരറ്റ് കള്ള് ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ല. അതിനെപ്പറ്റി ഒരുപാടൊക്കെ പറയും. അങ്ങനെ എനിക്ക് ചിട്ടയായ ജീവിതമാണ്. അത് രാവിലെ എഴുന്നേക്കും, അല്പം 5:30-6 മണിക്ക് എഴുന്നേക്കും. ഇവിടെയൊക്കെ ഒന്ന് നടക്കും, ഈ വീടിന് ചുറ്റും, പുറത്ത് പോകല, ചുറ്റും 2 ഗ്ലാസ് പച്ചവെള്ളം കഴിക്കും, ഒരു 10 ബദാം കഴിക്കും. ഇത് കഴിഞ്ഞ് ഒന്ന് പത്രം വായിച്ച് ഇട്ട് നേരെ ഒരു ബൗൾ വെജിറ്റബിൾ സൂപ്പ് അടിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുളി ജപാതി കഴിഞ്ഞിട്ട് എൻ്റെ കർമ്മത്തിൽ പോകും. അത് കഴിഞ്ഞിട്ട് ഒരു മുട്ട തിന്നും. അതേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. ലഞ്ച് ഊണിന് മത്സ്യം അല്ല, എനിക്ക് ഇറച്ചിയൊന്നും ഇഷ്ടമല്ല. മത്സ്യം കൂട്ടിയൊരു ഊണ്. അത് കഴിയുന്നത് ചെറിയ നെത്തോലി, മത്തി പൊരിച്ചല്ല, കറി വെച്ച് അതൊക്കെ ഉള്ളത്. അതൊക്കെ ഇഷ്ടം. പഴഞ്ചനല്ലേ ഞാൻ. അപ്പോൾ പഴഞ്ചൻ സ്വഭാവം കിടപ്പുണ്ട്. ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞ് ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞ് ഈ തെറിക്കും തീറ്റിക്ക് SNDP-യിൽ യാതൊരു ക്ഷാമമില്ല. അതുകൊണ്ട് ഞാനിതെല്ലാം മേടിച്ച് തിന്നാറില്ല. ഒരുപാട് സ്നേഹം കാണിക്കാറുള്ളത്. പക്ഷേ തീറ്റി, എൻ്റെ അച്ഛൻ 56-ാമത്തെ വയസ്സ് മരിച്ചു പോയി ഞാൻ. അപ്പം അതുകൊണ്ട് ഞാൻ ശരീരം സൂക്ഷിക്കും. കൃത്യമായി 3 മാസം കൂടുമ്പോൾ അമൃതമായി പോയിരിക്കും, അവിടെ ചെക്ക് ചെയ്തിരിക്കും. പക്ഷെ നായരുണ്ട്, അദ്ദേഹം ദിനചര്യ ക്രമങ്ങളെല്ലാം പറഞ്ഞിരിക്കും. അത് പറയുന്നതനുസരിച്ച് എല്ലാം ചെയ്യും. അങ്ങനെ എൻ്റെ ജീവിതം. അത്താഴം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കഞ്ഞി, അത് അരിക്കഞ്ഞി, അതല്ലെങ്കിൽ പിന്നെ ഈ ഇഡ്ഡലി, ദോശ, ഇങ്ങനെ ചെറുതായിട്ടുള്ള. എന്തിനാണെന്ന് ഒരുപാട് പണ്ട് തിന്നതല്ലേ, അതൊക്കെ കഴിച്ചാൽ മതി. ഒരു ദോശ മതി, നമുക്ക് ആവശ്യമുള്ള കഴിച്ചാൽ മതി. അതെ, പക്ഷേ വയറൊന്നും അറിയും. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഫിസിയോതെറാപ്പി എടുക്കും. ഇവിടെ തന്നെ ട്രെയിനറുണ്ടോ? മസിൽസ് ഒക്കെ കാരണം പ്രായം കുറേ ആയിക്കഴിഞ്ഞാൽ മസിൽ വീക്കാകും. പിന്നെ ആളുകളെ കാണുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക. അതിനിപ്പോൾ കേൾക്കുക മാത്രമല്ല, പരിഹാരം എടുക്കുക വന്നാൽ പരിഹാരം ഇല്ലാത്ത ഒരു പ്രശ്നം പരിഹാരം ഉണ്ടായിരിക്കും.
അതാണ് എൻ്റെ ഹോബി. അത് അതിരാവിലെ തുടങ്ങും. അത് ഉച്ചയ്ക്ക് എനിക്കൊന്ന് ഉറങ്ങണം. ഉറങ്ങിയാൽ പിന്നെ എത്ര മണി രാത്രിയാകുന്നവരെ ഈ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ടേ ഉറങ്ങുന്നത്. ശരി. രാത്രി ഉറങ്ങുന്നതിന് കൃത്യ സമയമില്ല? ഇല്ല. എന്നാലും ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉറങ്ങും? അല്ല, ഒരു അരമണിക്കൂർ കാണണം. ഉച്ച ടി വിയിൽ എല്ലാ ചാനലും കാണും. ആരെന്നെ തീറ്റ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കും. പിറ്റേ ദിവസം അവനിട്ട് പണി ഞാൻ കൊടുത്തിരിക്കും. ചാനൽ ചുമ്മാ നോക്കാനല്ല, നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണ്ടേ. അതെ അതെ അതെ, അത് വേണം. പേപ്പർ പിറ്റേ ദിവസം വരുള്ളൂ. അല്ല, എല്ലാ കാര്യങ്ങളിലും അപ്പോൾ പ്രതികരണങ്ങൾ ഇവിടുന്ന് വരാറുണ്ട്. എനിക്കാരുടെ വോട്ട് വേണ്ട കുഞ്ഞ്, ഇവൻ്റെ ആരെയും കാശും വേണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ തൻ്റേതായിട്ട് പറയും. ഇവരുടെ ഒന്നും വാതിക്കെ പോയിട്ട് ഇരന്ന് നിന്നിട്ട് എൻ്റെ മക്കൾക്ക് ജോലി വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം, ഇന്ന പോസ്റ്റ് വേണം. ഒരു പാർലമെൻ്ററി മോഹമില്ല, ഒരു കാര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മോഹമില്ല. പിന്നെ ഞാനിതിന് ആരെ പേടിക്കണം? ഞാൻ ധൈര്യം ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. ഈ എന്ത് തോന്നിയാലും അത് തുറന്നു പറയുന്ന ഒരു ശീലം അങ്ങേക്ക് നേരത്തെ ഉള്ളതാണ്. അത് നേരത്തെ അതിന്റെ ഭാഗമായിട്ട് കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമൊക്കെ അങ്ങനെയല്ല. എൻ്റെ ഭാര്യ വിവാദമാക്കുന്നുണ്ട്. ഒന്നും ഉണ്ടായിരിക്കില്ലേ, കഴിയുന്നത്ര ആളുകളെ ശത്രുതയാക്കുന്നതെന്നാണ്. പക്ഷെ കണ്ടത് പറഞ്ഞില്ല, എനിക്ക് ഉറക്കം വരത്തില്ല. എങ്ങനെ പറയാനും ഒരാൾ വേണ്ടേ? അത് വേണം. ഈ കുട്ടി രാജാവും നഗ്നനാണെന്ന് പറയാൻ ഒരാൾ വേണ്ടേ? അല്ലെങ്കിൽ എല്ലാം പറഞ്ഞ ശരി 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 എന്ന് പറയാം. അങ്ങനെ ശരിയല്ല, ചിലത് പറയാം. അതൊന്നും തീരുമാനങ്ങളെയൊന്നും സ്വാധീനിക്കാറൊന്നുമില്ല. അല്ല, അത് പറഞ്ഞു അവർ എൻ്റെ അവർ ചീത്ത പറഞ്ഞു, എനിക്ക് വിരോധമില്ല അവരുടെ. അവരവരുടെ പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നതിൽ കുറച്ച് ശരിയുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്രയോ പേരുണ്ട്. ഞാൻ പറയുന്നത് പ്രസക്തി ഉണ്ടാകൊണ്ടല്ല പലരും ഈ ചാനലും അതിൽ ഇടുന്നത്. അത് കുറേ കഴമ്പുണ്ടെന്നുള്ളതുകൊണ്ടും അത് കേൾക്കാൻ താല്പര്യമുണ്ടോ ജനമുള്ളതുകൊണ്ടാണ് ചാനൽ അതിനെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിന്നും ഇരുന്നും ഒക്കെയുള്ള നമ്മുടെ സംസാരം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം പറയുകയാണെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുമെന്ന് തോന്നുന്നു. പറയാൻ അദ്ദേഹത്തിന് കേൾക്കാൻ നമ്മൾക്കും താല്പര്യമുണ്ട്. അപ്പോഴേ സമയ പ്രശ്നം കാരണം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ദിസ് ഈസ് PS വിനയ സൈനിങ് ഓഫ് DD Walk the Talk.